Hello students, welcome back to Bosco Campus Vision. In the previous session we discussed the advantages or benefits of e-governance. So in this session we will look into the various disadvantages or issues of e-governance. So the disadvantages or issues of e-governance is mainly classified into three categories, that is technical issues, economic issues and social issues. So first we will look into the main technical issues regarding e-governance. First one is interoperability. Interoperation among ministries and departments is difficult and it became hurdle for processing and sharing data. സോ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രീസും തമ്മിലുള്ള പലതരത്തിലുള്ള ഓപ്പറേഷൻ ആക്ടിവിറ്റീസിനാണ് നമ്മൾ ഇൻ്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും മിനിസ്ട്രീസും ഒരേപോലെ കോഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊരു ഇ ഗവേണൻസ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ എല്ലാവരും ഒരേപോലെ കോഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ചിലപ്പോഴൊക്കെ നടക്കാതെ വരും. സോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മിനിസ്ട്രിക്കോ ഡിപ്പാർട്ട്മെൻറ്റിലോ അവരുടെ ആക്ടിവിറ്റി ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടി, ഡേറ്റാസോ ഇൻഫർമേഷനോ പ്രോസസ്സ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി, അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇൻ്റർ ഓപ്പറബിലിറ്റി. സോ ഇങ്ങനെ ഉണ്ടായേക്കാവുന്ന ഡിഫിക്കൽട്ടിയാണ് ഇ ഗവേണൻസിൻ്റെ ഒരു ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സെക്യൂരിറ്റി. Insurance, banking, utility bill payments and all these services are done by e-governance. There is still discontent to citizens on availing government services due to lack of security. സോ എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസും പേയ്മെൻറ്റ് ആക്ടിവിറ്റീസും എല്ലാം തന്നെ ഓൺലൈനാണ്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും സിറ്റിസൺസ് 100% സാറ്റിസ്ഫൈഡ് അല്ല. മോണിറ്ററി ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Next one is privacy. Any information provided by citizens should be ensured by government, otherwise any person or institution may misuse the valuable information. സോ നമുക്കറിയാം ഇ ഗവേണൻസ് വഴി നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓൺലൈൻ വഴിയാണ്. സോ ഈ ഗവൺമെൻറ്റിൻ്റെ പേരിൽ തന്നെ ഫേക്ക് വെബ്സൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത് ഉണ്ടാവാതെ നോക്കേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പല കേസസിലും ഈ പ്രൈവസി ഇഷ്യൂസൊക്കെ ഒക്കർ ചെയ്യാറുണ്ട്. ഫേക്ക് വെബ്സൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സിറ്റിസൻസിൻ്റെ വാല്യുബിൾ ഇൻഫോർമേഷൻ മിസ്യൂസ് ചെയ്യാറുമുണ്ട്. സോ പ്രൈവസി റിലേറ്റഡ് ഇഷ്യൂസ് ആണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഓത്തൻറ്റിക്കേഷൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ റൈറ്റ് യൂസർ ഓഫ് ദ സർവീസ്. ഡിജിറ്റൽ സിഗ്നേച്ചർ പ്ലേസ് മേജർ റോൾ ഇൻ പ്രൊവൈഡിംഗ് ഓത്തൻസിറ്റി. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് കോസസ് ഫോർ ഫ്രീക്വൻറ്റ് മെയിൻ്റെനൻസ്. സോ ഓത്തൻസിറ്റി ഇഷ്യൂ ആണ് മറ്റൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് അതോറിറ്റിക്കാണോ ഇത് ലഭിച്ചത്, അവർ തന്നെയാണോ ഇത് വെരിഫൈ ചെയ്തത് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആണ്. സോ ഇത് നമുക്കൊരു പരിധിവരെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ ഈ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ തന്നെ ഫേക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അത് ഫ്രീക്വൻ്റ്ലി അത് മാറ്റിക്കൊണ്ടിരിക്കണം. സോ അത് ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റുക, മെയിൻ്റെനൻസ് ചെയ്യുക എന്നുള്ളതൊരു എക്സ്പെൻസീവ് ആക്ടിവിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും അത് ചെയ്യാറില്ല. So the issues relating to authentication is another major disadvantages of e-governance. Next we will look into the main economic issues related to e-governance. The first one is reusability. Any models developed by government must be reusable. E-governance is being national plan. What it incorporates any software or modules should be used by other administrations. സോ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഇ ഗവേണൻസിൻ്റെ പലതരം മോഡൽസ് ഡിസ്കസ് ചെയ്തു. സോ ഈ ഓരോ മോഡലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഇതിൻ്റെ റീയൂസബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ ഒരു മോഡലിൽ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർസും പലതരം മൊഡ്യൂൾസ് എല്ലാം പിന്നീടും യൂസ് ചെയ്യുകയാണെങ്കിൽ, റീയൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ബെനിഫിറ്റും ആയിരിക്കും, എക്കണോമിക്കലും ആയിരിക്കും. സോ ഇൻ കേസ് അത് റീയൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് വളരെയധികം ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. Next is cost. It is one of the economic issues as implementation of e-governance operation and maintenance of services fetch huge cost to the government. So e-governance transactions വളരെ എക്കണോമിക്കലാണ്. അധികം ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും ആവുന്നില്ലെങ്കിലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈലി കോസ്റ്റ്ലി ആണ്. സോ ഗവൺമെൻറ് ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇ ഗവേണൻസ് ആക്ടിവിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ഹ്യൂജ് കോസ്റ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെയിൻ്റെനൻസ്. ഇറ്റ് ഷുഡ് ബി ഗിവൺ ഡ്യൂ ഇമ്പോർട്ടൻസ് ആസ് ഇറ്റ് ഇസ് IT സെക്ടർ ആൻഡ് ന്യൂ സോഫ്റ്റ്വെയർസ് വിൽ ബി കണ്ടിന്യൂസ്ലി ഡെവലപ്ഡ് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദ കറണ്ട് നീഡ്സ് ഓഫ് ദ സിറ്റിസൻസ്. സോ ഇ ഗവേണൻസ് എന്ന് പറയുന്നത് IT റിലേറ്റഡ് സെക്ടർ ആയതുകൊണ്ട് തന്നെ
പലതരം സോഫ്റ്റ്വെയർസിനൊക്കെ ഡേ ടു ഡേ അപ്ഡേഷൻസ് വരാം. സോ ഇതൊക്കെ അപ് ടു ഡേറ്റ് ആക്കി പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഗവേണൻസ് ആക്ടിവിറ്റീസൊക്കെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. സോ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് എക്സ്ട്രാ മെയിൻ്റെനൻസ് കോസ്റ്റൊക്കെ ആവശ്യമായിട്ട് വരും. സോ ഇങ്ങനെ പല കാരണങ്ങളാൽ ഉണ്ടായേക്കാവുന്ന അഡീഷണൽ മെയിൻ്റെനൻസ് കോസ്റ്റാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. So these are the three main economic issues related to e-governance. So next we will look into the main social issues related to e-governance. First one is accessibility. In Indian context, there is still gap arising between users and non-users. It is because of language barriers, inadequate infrastructure in rural areas, etc. സോ ഇന്ത്യയിൽ തന്നെ ഈ ഗവേണൻസിൻ്റെ യൂസേഴ്സും നോൺ യൂസേഴ്സും തമ്മിൽ വലിയൊരു ഗ്യാപ്പാണുള്ളത്. അതിപ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കാം, ഇന്നഡിക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഏരിയാസിലുള്ള ഇന്നഡിക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കാം. സോ ഇങ്ങനെ പല കാരണത്താൽ പലർക്കും ഈ ഗവേണൻസിൻ്റെ അവൈലബിലിറ്റി ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് യൂസബിലിറ്റി. യൂസേഴ്സ് ഓഫ് ഇ ഗവേണൻസ് മേ ബി ലിറ്ററേറ്റ് ഓർ ഇല്ലിറ്ററേറ്റ്. എനി ടെക്നോളജി ഓർ സോഫ്റ്റ്വെയർ to be used as user-friendly to greater extent, only then citizens could use it as smoothly as possible. സോ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ആവശ്യം ഉള്ളതായിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. സോ എല്ലാവർക്കും ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും ടെക്നോളജി ആയിരിക്കണം ഈ ഗവേണൻസ് യൂസ് ചെയ്യേണ്ടത്. സോ മിക്ക കേസുകളിലും എന്തെങ്കിലും ഗവൺമെൻറ് ആപ്ലിക്കേഷനൊക്കെ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയാണ് പലരും അത് ചെയ്യാറ്. സോ ഇങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ യൂസബിലിറ്റിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഗവേണൻസിൽ ഉണ്ടാവാം. നെക്സ്റ്റ് ഇസ് യൂസ് ഓഫ് ലോക്കൽ ലാംഗ്വേജസ്. എ ഫ്യൂ പെർസെൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ cannot understand the English language. Therefore, government should make sure that all the e-governance service is available both in regional languages as well as local languages. സോ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. സോ മിക്ക ഗവൺമെൻറ് ആപ്ലിക്കേഷൻസും ഗവൺമെൻറ് സൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും, അതിൻ്റെ കണ്ടൻറ്റ് ഫുള്ളി ഇംഗ്ലീഷിലായിരിക്കും. സോ പർട്ടിക്കുലർ ഏരിയയിലെ ലോക്കൽ ലാംഗ്വേജിലും കൂടി ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് അവൈലബിൾ ആക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ അങ്ങനെ കൊണ്ടുവരാത്ത പക്ഷം ലോക്കൽ ലാംഗ്വേജ് എപ്പോഴും ഒരു ഇ ഗവേണൻസിനൊരു ബാരിയറായിട്ട് നിലനിൽക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് അവയർനെസ് അബൌട്ട് ഇ ഗവേണൻസ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹാസ് നോട്ട് ബീൻ അവെയർ ഓഫ് ഇറ്റ്. എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ്, കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് should come forward to get rural people benefited by e-services. ലാക്ക് ഓഫ് അവെയർനെസ് ആണ് ഈ ഗവേണൻസിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതായത് ബാക്ക്വേർഡ് ഏരിയാസിലും റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരൊന്നും ഈ ഗവേണൻസ് ആക്ടിവിറ്റീസിനെ പറ്റി കൂടുതൽ അവെയർഡ് അല്ല. സോ അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റിസൻസും അതിന് വേണ്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ മുന്നോട്ട് ഇറങ്ങി അവരെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ച് അവർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലാക്ക് ഓഫ് അവെയർനെസ് എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓർ ദ സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇ ഗവേണൻസ്. So in this session we discussed the various disadvantages or issues, that is technical issues, economic issues and social issues related to e-governance. Hope all are clear with the topic. Thank you.